നമസ്കാരം. ഖമേനിയെ കൊല്ലാൻ ഇസ്രായേൽ സേന ഇറാൻ കൊട്ടാരത്തിൽ. പച്ചയ്ക്ക് ജീവനോടെ കത്തിക്കും ഖമേനിയെ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ അവസ്ഥ അതിദയനീയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒളിവിലിരുന്നു കൊണ്ട് ഭരണം നടത്തേണ്ടി വരുന്ന ഗതികേട്, കത്തുകൾ വഴി ഭരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുവാൻ IRGC ജനറൽമാരെ നിയോഗിക്കുന്നു. ഖമേനിയുടെ മുഖം തകർന്ന് സംസാരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ ജീവിതം തള്ളി നീക്കുന്നു. കൃത്രിമ കാലുകളുടെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഖമേനിയെ പിടികൂടാൻ പദ്ധതിയിട്ട് ഇസ്രായേൽ സേന ഇറാനിലെത്തുന്നു. ഖമേനിയെ കൊല്ലാൻ ഇസ്രായേൽ സേന ഇറാൻ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. പച്ചയ്ക്ക് ജീവനോടെ ഖമേനിയെ കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തന്നെ വധിക്കുമെന്നുള്ള ഭയം കാരണം രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നു. കഴിഞ്ഞ 28-ന് ഫെബ്രുവരി മാസം 28-ന് പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വസതിക്ക് നേരെയുണ്ടായ US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇതേ മുജ്തബ ഖമേനിക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റതാണ്. മുഖത്ത് പൊള്ളലേറ്റും കാലിന് പരിക്കേറ്റും അവശനിലയിലായ അദ്ദേഹം അതീവ സുരക്ഷാ വലയത്തിലാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുജ്തബ ഖമേനി പൊതുവേദികളിൽ ഈ ആക്രമണത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുടരുമെന്ന ഭയത്താൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് ഒഴിവാക്കി. സന്ദർശകരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒളിത്താവളം കണ്ടെത്താൻ ശത്രുക്കൾക്ക് സാധിക്കുമെന്ന ആശങ്ക ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമായി കാണും. വ്യോമാക്രമണത്തിൽ മുജ്തബയുടെ മുഖത്തിനും ചുണ്ടിനുമൊക്കെ കടുത്ത പൊള്ളലുകൾ ഏറ്റിരുന്നു എന്നതാണ്. അപ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പ്രയാസപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് സർജറിക്ക് പുറമെ പരിക്കേറ്റ കാലിൽ 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പകരം കൃത്രിമ കാൽ ഘടിപ്പിക്കുവാനുള്ള കാത്തിരിപ്പിലാണ് എന്നുള്ളതടക്കം പുറത്തു വരുന്ന വാർത്തകൾ. കൈക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നുവെങ്കിലും ഇതിന്റെയൊക്കെ പ്രവർത്തനം സാവധാനം മെച്ചപ്പെടുകയാണ്. ശാരീരികമായി തളർന്നുവെങ്കിലും മുജ്തബ ഖമേനിയുടെ മാനസികാരോഗ്യം തൃപ്തികരമാണ് എന്ന് അദ്ദേഹം ഭരണകാര്യങ്ങൾ സജീവമാണ് എന്ന് ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം അവകാശപ്പെടുമ്പോഴും ചാകാതെ ചാവുകയാണ് മുജ്തബ ഖമേനി. എന്നാൽ തന്റെ അവശത ഈ ലോകം അറിയാതിരിക്കുവാൻ അദ്ദേഹം ഓഡിയോ വീഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തുവിടുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. ദൗർബല്യം പ്രകടിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിലെന്ന് വേണമെങ്കിൽ പറയാം. ആശയവിനിമയത്തിനായിട്ട് വിചിത്രവും എന്നാൽ സുരക്ഷിതവുമായിട്ടുള്ള മാർഗമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഒഴിവാക്കി കത്തുകൾ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത് എന്ന് മാത്രം. സീൽ ചെയ്ത കവറുകൾ വിശ്വസ്തരായ ദൂതന്മാർ വഴി രഹസ്യപാതകളിലൂടെ കൈമാറുന്നു. മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലുമായി സഞ്ചരിക്കുന്ന ഈ കണ്ണികൾ വഴിയാണ് ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ആരോഗ്യമന്ത്രി എന്നിവരുടെയൊക്കെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മുജ്തബയുടെ ചികിത്സ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഭരണകൂടം ഇത്രയേറെ രഹസ്യാത്മകത പുലർത്തുന്നത് ഇറാന്റെ നേതൃനിരയിൽ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഖമേനി രാജ്യം ഭരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിലെ ജനറൽമാരെ ആശ്രയിച്ചാണെന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുമ്പോൾ ജനറൽമാരുടെ ബോർഡിന്റെ ഉപദേശത്തെ ആശ്രയിച്ചാണ് ഇറാനിലെ ഭരണമെന്നും ബോർഡിന്റെ ഡയറക്ടർ എന്ന നിലയിലാണ് മുജ്തബ പ്രവർത്തിക്കുന്നതെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ നേതൃത്വത്തിന്റെ ഈ പ്രതിസന്ധിയെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ രംഗത്ത് വന്നിരുന്നു. ഇറാന്റെ നേതാവ് ആരാണ് എന്ന് അവർക്ക് പോലും ഇപ്പോൾ അറിയില്ല എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറാന്റെ 3 നിര നേതാക്കളെ വധിച്ചു കഴിഞ്ഞുവെന്നും രാജ്യാന്തര തലത്തിൽ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ആ രാജ്യം ഇപ്പോൾ ഉള്ളത് എന്നും ട്രംപ് പരിഹസിച്ചിരുന്നു ഒരിക്കൽ. നേതാവ് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ഭരണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല. പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ഈ സമിതിയുടെ പ്രധാന മുഖമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ ഈ പറയുന്ന സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫാണ്. റവല്യൂഷണറി ഗാർഡിലെ മുൻ ജനറൽ കൂടിയായിട്ടുള്ള ഖാലിബാഫിന് ഭരണകൂടത്തിലും ഒപ്പം തന്നെ സൈന്യത്തിലും ഒക്കെ വലിയ സ്വാധീനമാണ്.
അതിനിടെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധത്തിനെ തുടർന്ന് ആഗോള എണ്ണ വിപണി കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ആണവായുധ നിർമ്മാണമടക്കമുള്ളവ ഉപേക്ഷിക്കണമെന്ന US ആവശ്യം അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തർക്കം നീണ്ടു പോകുന്നു. യുദ്ധം അവസാനിക്കുന്നില്ല. ഉപരോധം മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എങ്കിലും അമേരിക്കയേക്കാൾ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ കൗൺസിൽ അവകാശപ്പെടുകയാണ്. ഇവിടെ പിതാവ് ആയത്തുള്ള അലി ഖമേനി അനുഭവിക്കുന്ന സർവാധിപത്യം പുതിയ നേതാവായിട്ടുള്ള മുസ്തഫയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വിദഗ്ധരുടെ പക്ഷം. മുസ്തഫയ്ക്ക് ഭരണം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുവാൻ വർഷങ്ങൾ വേണ്ടിവരുന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം കൗൺസിലിലെ നിരവധി ശബ്ദങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്നും പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം മുസ്തഫ ഖമേനിക്ക് രാജ്യത്തെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. കൊല്ലാതെ കൊന്നുകളഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ ജീവിക്കുന്നത്. ജീവനുണ്ട് എന്ന് മാത്രം. അത്തരത്തിൽ ജീവനുള്ള ഒരു വസ്തുവിനെ കൂടി കൊല്ലാതെ കൊല്ലാൻ ഇസ്രായേൽ വീണ്ടും രംഗത്തെത്തുന്നു. ആ ഇസ്രായേലി സേന ഖമേനിയെ കൊല്ലാൻ വേണ്ടി തന്നെ ഇറാൻ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. പച്ചയ്ക്ക് ജീവനോടെ ഖമേനിയെ പോലൊരു നേതാവിനെ കൊളുത്തുക, കത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി. ഇത്രയും തരംതാണ സമീപനം സ്വീകരിക്കുവാൻ ഇസ്രായേലിനല്ലാതെ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല. ഒരിക്കൽ കൊന്ന മനുഷ്യനെ വീണ്ടും കൊല്ലാനുള്ള ശ്രമം നടത്തുന്ന മനുഷ്യത്വരഹിതനായ ഒരു നേതാവായി ഇസ്രായേലിന്റെ നേതാവ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയപ്പെടും.